പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, വഷളന്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്ന വാക്കുകളാണ്. വഷളത്വം കൊണ്ട് ചിലതൊക്കെ നേടിയെടുക്കുകയും അതിൽ ആഴമായി സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ആ സന്തോഷങ്ങൾ വെറും ക്ഷണികമാണ് എന്നോർപ്പിക്കുകയാണ്. അബ്ശാലോം വളരെ ബുദ്ധിയോടുകൂടി അപ്പൻ്റെ അധികാരം കരസ്ഥമാക്കേണ്ടതിന് ആളുകളെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിൽ കടന്നു ചെന്ന് അബ്ശാലോം രാജകുമാരൻ രാജാവായിരിക്കുന്നു എന്ന് വിളംബരം പറയുകയാണ്. തൻ്റെ വഷളത്വം കൊണ്ട് താൻ രാജാവായി എന്ന് തനിക്ക് തോന്നിയെങ്കിലും ആ സന്തോഷം ക്ഷണനേരം കൊണ്ട് നഷ്ടപ്പെടുന്ന ചരിത്രം ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ കൃത്യമായി കാണുവാൻ സാധിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ, ബെൽശസ്സർ രാജാവ് അധികാരത്തിലേക്ക് വന്ന ശേഷം തൻ്റെ അധികാരത്തിൻ്റെ അഹങ്കാര നിമിത്തം യെരൂശലേം ദേവാലയത്തിൽ നിന്ന് തൻ്റെ അപ്പൻ്റെ കാലത്ത് എടുത്തുകൊണ്ട് വന്നു വച്ചിരിക്കുന്ന പൊൻവെള്ളി പാത്രത്തിനകത്ത് വീഞ്ഞ് പകരുവാനും അവൻ്റെ മഹത്തുക്കളും വെപ്പാട്ടിമാരും ഭാര്യമാരും ഒരുമിച്ച് കുടിക്കുവാനും ഇടയായിത്തീർന്നു എന്നതാണ്. അത് വലിയ ഒരു കാര്യമായിട്ട് ബെൽശസ്സർ കരുതി തൻ്റെ അധികാരവും യെരൂശലേം ദേവാലയത്തെ നശിപ്പിച്ച് ആ പാത്രത്തിനകത്ത് വീഞ്ഞു കുടിക്കുന്നതുമൊക്കെ തനിക്കൊരു സന്തോഷമായി താൻ ചിന്തിച്ചുവെങ്കിലും അധിക വിദൂരത്തിലേക്ക് പോകുന്നതിനു മുൻപ് തൻ്റെ മുൻപിൽ ഭിത്തിമേൽ ഒരു എഴുത്ത് വന്നു നിൽക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് മെനെ മെനെ തെക്കേ ഊഫസി. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിടിച്ചെടുത്തതും ആനന്ദപൂർണമാക്കുവാൻ ആഗ്രഹിച്ചതുമൊക്കെ അല്പം മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്ന കഥയാണ് അവിടെ കാണുന്നത്. ബെൽശസ്സർ രാജാവിൻ്റെ പിതാവിൻ്റെ അഹങ്കാരം നിമിത്തം തനിക്ക് ഭവിച്ചതായ ദോഷങ്ങളും വനാന്തരത്തിൽ താൻ പോയി പാർക്കേണ്ടി വന്നതുമായ സംഭവങ്ങൾ തൻ്റെ മുൻപിൽ ഇരിക്കെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ താൻ വഷളത്വം പ്രവർത്തിപ്പാനും ആനന്ദിപ്പാനും ഇടയായിത്തീർന്നത്. എന്നാൽ 5-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, ആ രാത്രി തന്നെ കൽദയ രാജാവായി ബെൽശസ്സർ കൊല്ലപ്പെട്ടു എന്നതാണ്. തിന്മ കൊണ്ട്, ദുഷ്ടത കൊണ്ട്, വഷളത്വം കൊണ്ട് ഉണ്ടാകുന്ന ജയവും സന്തോഷവും ഒക്കെ ക്ഷണനേരത്തേക്കുള്ള നശിച്ചു പോകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വഷളത്വത്തിൽ സന്തോഷിക്കുന്നവരായിട്ടല്ല, പാവങ്ങളെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിക്കുന്നവരായിട്ടല്ല, നാം ദൈവത്തിൽ ആശ്രയം വെച്ച് നിലനിൽക്കുന്നവരായി തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കാം.
ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അബ്ശാലോമിനെ പോലെയോ ഞങ്ങൾ ബെൽശേസറിനെ പോലെയോ വഷളത്വം കൊണ്ട് ചിലത് നേടിയെടുത്ത് സന്തോഷിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ തിരുവൻ സഹായിക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.